ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നൈറ്റി തുണി വെച്ചിട്ട് ആദ്യം ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡോട്ട് നൈറ്റി തുണി വെച്ചിട്ട് 2 ഫ്രോക്കാണ് ടോട്ടലി ചെയ്തത്. ഒരു നൈറ്റി തുണിന്ന് ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അതിൽ ഒരാൾ തയ്ച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇന്നിടുന്നത് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. കുറച്ചൊന്ന് 2 തവണ ഒന്ന് കണ്ടു നോക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഇതിനായിട്ട് 3 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് ലൈനിങ്, പിന്നെ ഒന്ന് ഈ ഡോട്ട് ഫാബ്രിക്ക്, പിന്നെ ഒന്ന് വൈറ്റ് ഫാബ്രിക്ക്. വൈറ്റിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓവർ കോട്ട് പോലെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അടിയിൽ വെക്കാനുണ്ട് കേട്ടോ. പിന്നെ ഈ ഡോട്ട് ഫാബ്രിക്ക് മെയിൻ ഫാബ്രിക്ക്. ആദ്യം നമുക്ക് ഈ ഒരു വൈറ്റ് ഫാബ്രിക് ഒന്ന് 2 ഫോൾഡായിട്ട് മടക്കി വെക്കണം. നമുക്ക് കുട്ടിക്ക് എത്രയാണ് ബോഡീസിന് വേണ്ടത് അതുപോലെയാണ് മടക്കി വെക്കേണ്ടത്. ഇവിടെ ഞാൻ അളവ് പറഞ്ഞു തരാം. പിന്നെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 10 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്, 10 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡറുടെ 5 എടുക്കുന്നുണ്ട്. ആം ഹോളും സെയിം 5 എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഓക്കെ, 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത്. അപ്പോൾ താഴെ വേസ്റ്റിൻ്റെ ഇത് എടുക്കുന്നത് 7 ഇഞ്ചിനെക്കാട്ടിയും ഒരു 1/2 ഇഞ്ച് കുറവ്, അതായത് 6.5. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു നമുക്കൊന്ന് ആം ഹോൾ വരച്ചെടുക്കാം. പിന്നെ ഇനി നെക്ക് നോക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 2.5 ആണ്. അല്ല, വിത്ത് എടുക്കുന്നത് 2.5 ആണ്. ലെങ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഓക്കെ, 3 ഇഞ്ചാണ് എടുക്കുന്നത്. സോറി, 2.25, കാരണം കുറച്ചൊന്ന് കയറിയിട്ടാണ് ഉണ്ടാവാനേ കഴുത്ത്, കാരണം കോട്ട് വരുന്നോണ്ടേ. അപ്പോൾ 2.25 ലെങ്ത് എടുത്തിട്ട് ഞാനിവിടെ ബോക്സ് ക്രിയേറ്റ് ചെയ്തെടുത്ത്. എൻ്റെ ബോക്സ് ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു യു ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു യു ഷേപ്പ് ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ തുണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4/4 ഇല്ലേ, അപ്പം 2 പീസ് നമുക്ക് കിട്ടും. ആദ്യം ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ ആം ഹോളും വെട്ടിയെടുക്കുകയാണ്. ആം ഹോളും ഇവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേസ്റ്റ്, അതായത് നമ്മൾ ഈ ഒരു ഭാഗം വെട്ടിയെടുത്ത് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 വെള്ളത്തുണി കിട്ടിയിട്ടുണ്ട്. ഉള്ളിലാണ് ഈ ഒരു പീസ് വരാൻ. നിങ്ങൾക്ക് ഫ്രോക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 2 തുണി എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് പോലെയാക്കാൻ. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ഫാബ്രിക് എടുക്കാം. ബ്ലാക്കും സെയിം പോലെ, അതായത് നമ്മൾ നേരത്തെ വൈറ്റ് എടുത്തിട്ടില്ല അതുപോലെ സെയിമായിട്ട് ബ്ലാക്ക് പീസും എടുക്കുക. ഫ്രണ്ടിലത്തെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതും നമ്മൾ സെയിം 4 മടക്കിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. 5 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട്, 5 ഇഞ്ച് ആം ഹോൾ എടുക്കുന്നുണ്ട്. ചെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.5 ലെങ്ത്ത് എടുക്കുന്നുണ്ട്. നീളം എടുക്കുന്നത് 2.25 ഇഞ്ച്. 2.25 ഇഞ്ച് ഫ്രണ്ടിൻ്റെതാണ്. ബാക്കിൻ്റെത് ഞാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടിയിട്ടൊരു സ്ക്വയർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2ലും ഞാൻ യു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ നിങ്ങൾ വീഡിയോയിൽ. ഇതിപ്പോൾ ചെസ്റ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്യാണ്. ചെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 7 ഇഞ്ച് എടുത്ത്, എന്നിട്ട് അവിടെ ഒരു ആം ഹോൾ വരച്ചു കൊടുത്ത്, എന്നിട്ട് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ വേസ്റ്റും എടുത്ത്. ഇനി ഇതും കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുക. ആം ഹോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് നോക്കാം കേട്ടോ. കാരണം നെക്കിൻ്റെത് 2 വിധത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ടേ, ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും. കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ നിങ്ങൾ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്കിലേക്കും ഒന്ന് മുമ്പിലേക്കും. നേരത്തെ നമ്മൾ വൈറ്റ് കട്ട് ചെയ്തെടുത്ത് വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ടിലേക്കുള്ളതാണ്. ഇതിപ്പം ബാക്കാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ബാക്കിലത്തെ പീസ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിന്ന് നമ്മൾ ബാക്കിലത്തെ പീസ് ഒന്ന് മാറ്റി വെക്കുന്നേ. എന്നിട്ട് ഇത് നമ്മൾ ഫ്രണ്ടിലത്തെ പീസ്, അതിൻ്റെ നെക്കും നമ്മളൊന്ന് വെട്ടി കൊടുക്കാം. അതായത് 2.25 ഇഞ്ചിൻ്റെ
നെക്ക്. അപ്പോൾ നമുക്ക് ബോഡീസ് ഓൾറെഡി കട്ടായിട്ടുണ്ട്. അപ്പോൾ എത്ര പീസാണ് നമുക്കുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലായോ? ബ്ലാക്ക് 2 പീസുണ്ട്, വൈറ്റ് 2 പീസുണ്ട്. വൈറ്റ് വരുന്നത് ഫ്രണ്ടിലേക്കാണ്, ബാക്കിലേക്ക് വരുന്നില്ല. ഓക്കെ, വൈറ്റ് 2 പീസ് ലൈനിങ് വരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ലൈനിങ് ജസ്റ്റ് 4 മടക്കായിട്ട് മടക്കിയിട്ട് അത് മെഷറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് ട്രേസ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ടോപ്പ് ഉണ്ടല്ലോ, നമ്മളെ ബോഡീസ് എടുത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. ആദ്യം നമുക്ക് ബാക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക, പിന്നെ ഒന്ന് ഫ്രണ്ട് ട്രേസ് ചെയ്തെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പ് ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് എഴുതി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മാറിപ്പോവും. ഫ്രണ്ട് ബാക്ക് എന്ന് ഞാൻ കയ്യോടുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈനിങ്ങും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇത് ഫ്രണ്ട് തന്നെയാണ് ഓൾറെഡി സെയിം വൈറ്റ് വരുന്നത്, അപ്പോൾ ഞാൻ വിഷയമില്ല. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഫ്രണ്ടിലത്തെ പരിപാടി കുറച്ച് വരക്കാനും പിടിക്കാനും എല്ലാം ഉണ്ട്, അത് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് ബാക്കിലത്തെ പരിപാടി നോക്കാം. ഇത് രണ്ടും ആദ്യം ഒന്ന് നമുക്ക് മാറ്റി വെക്കാവേ. ബാക്കിലത്തെ നോക്കാം. ബാക്കിൽ എന്താ ഉള്ളത്? ടോപ്പും ഉണ്ട്, ലൈനിങ്ങും ഉണ്ട്. നല്ല തുണിയും പിന്നെ ലൈനിങ്ങും. ആദ്യം നമുക്ക് നല്ല തുണിയിൽ ഒരു 2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം, എവിടെ വരുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് സെൻറ്റർ പോയിൻ്റ് വരുന്നത്, എന്നിട്ട് ആ ഒരു സെൻറ്റർ പോയിൻ്റിൽ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് നെക്ക് പോകണ്ടേ, കഴുത്ത് പോകണ്ടേ മക്കൾക്ക്. അപ്പോൾ പിന്നെ 2 ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ഓപ്പൺ വെക്കാനാണ് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് ഓപ്പണിങ് കൊടുത്ത് സെയിം നമ്മൾ ലൈനിങ്ങിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് അവിടുന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വെട്ട് കൊടുക്കുക. അത് വെട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങും പിന്നെ ലൈനിങ്ങിൻ്റെ ഇത് നമ്മൾ ബോഡീസിൻ്റെ, അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് ശ്രദ്ധിക്കണം. നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട, നെക്ക് കേട്ടോ. നെക്ക് ഇതുപോലെ നെക്ക് കട്ട് വരുന്ന ഭാഗവും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കാം. ഇവിടെ ഞാനെന്തിനാണ് നോച്ചസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തിരിച്ചിടാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ തിരിച്ചിടുന്നില്ലേ, നമ്മൾ സാധാരണ ഇതിങ്ങനെ നോച്ചസ് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിടല്ലേ ചെയ്യുക. ഇപ്പോൾ തിരിച്ചിടുന്നില്ല. ഇത് തിരിച്ചിടാതെ തന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം, കാരണം നമ്മൾ തിരിച്ചിടുന്നത് അവസാനമാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഫ്രണ്ടിലത്തെ പീസ് കണ്ടല്ലോ, ഇതുപോലെ ഫ്രണ്ടിലത്തെ പീസിൽ ഈ ഒരു ഡോട്ട് വരുന്ന പീസിൽ എന്താക്കാം, നമ്മൾ ലൈനിങ്ങും നമ്മൾ മെയിൻ ഫാബ്രിക്കും കൂടി ഒരുമിച്ച് വെക്കാം. നല്ലോണം നീറ്റാക്കിയിട്ട് ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ പിന്നെ ഈ ഇവിടുന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാനേ. ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇവിടുന്ന് ഒരു കേവായിട്ടൊരു ലൈൻ കൊടുക്കുക താഴേൽ വരെ, അതായത് ഈ ഒരു എൻഡിൽ വരെ കേവായിട്ട്. ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി. ഇതുപോലെ ഞാനിപ്പോൾ വരക്കുന്നുണ്ടല്ലോ, ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളെ കോട്ട് വരുന്നത്, ഫ്രണ്ടിലത്തെ കോട്ടേ. അപ്പം നമുക്ക് 2 പീസ് കിട്ടി, ഒന്ന് ലൈനിങ്ങിൻ്റെതും പിന്നൊന്ന് ഈ ഡോട്ടിൻ്റെതും. കണ്ടല്ലോ. ഇനി അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല ലൈനിങ് എന്താക്കാം, ലൈനിങ്ങിൻ്റെ അപ്പുറം നമ്മൾ ഈ കോട്ടിൻ്റെ ഇത് മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെക്കുക. നന്നായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഈ താഴെ വരുന്ന ഈ ഒരു കേവ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്ത്, അത് മാത്രം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ ചെറിയ നോച്ചസ് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം.
ഒന്ന് കൈയോടൊന്ന് ലെവലാക്കി വെക്കുക. ഒന്ന് കൈയോടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഇതാക്കി എടുത്തതിന് ശേഷം ഇത് കണ്ടല്ലോ നമ്മൾ കോട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിൻ്റെ പേര് തന്നെ ആ കേവ് വരുന്നത് മാത്രമാണ്. നെക്കും ഹമോളും ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ. അതിപ്പോൾ ഇതാ ഞാനിതാ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് ഫാബ്രിക് എടുക്കാം. കൺഫ്യൂസ് ആവണ്ടേ, ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇതാ 2 പീസാണ് ഉള്ളത് വൈറ്റിൻ്റെത്. വൈറ്റ് ലൈനിങ് ആണ്, ഒന്ന് ലൈനിങ് ഒന്ന് മെയിൻ. കാരണം ഇത് ഞാൻ രണ്ടും ഒരേപോലത്തേത് എടുത്തതാണ്, സാരി പീസ് ബാക്കി വന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു 2 ലൈനിങ്ങും കൂടി 2 വൈറ്റ് പീസ് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ കോട്ടും വെക്കുക. ഇനിയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നെക്കൊന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കുന്നുണ്ട് ആം ഹോളിനും നെക്കിനും. നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവുന്നുണ്ടല്ലോ. അഥവാ ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ ക്ലിയർ ആവും കേട്ടോ. എന്തായാലും ഒരു 2 വട്ടം ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾ, എന്നാലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുന്ന അവസരത്ത് റോഡ്ജസൊക്കെ കവറായി നല്ല രീതിയിൽ നമുക്ക് കോട്ടായിട്ടുള്ള ഒരു ഫ്രണ്ട് പീസ് നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഇതാ ഇതുപോലെ നല്ല മൊഞ്ചി തന്നെ കിട്ടും. ഇതാ നമ്മളെ ഫ്രണ്ടിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസ് നമ്മൾ തിരിച്ചിടാണ്ട് ഇതാ സ്റ്റിച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് കയറ്റി വെക്കുന്നത്. അതായത് നല്ല വശം കൂട്ടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അടത്തേക്ക് നമ്മൾ ഷോൾഡറും ജോയിൻ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതൊന്ന് കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരുമിച്ച് വെച്ചിട്ട്. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ബാക്ക് പീസ് തിരിച്ചിടാൻ പോകുന്നത്. അപ്പോൾ തിരിച്ചിടുമ്പോൾ എന്താ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് റോ എഡ്ജസ് കവറാവും. ഇത് കണ്ടല്ലോ, ഒരു റോ എഡ്ജസും ഉണ്ടാവില്ല. അതായത് നമ്മൾ തയ്ച്ച ആ ഒരു കുട്ടികളല്ലേ പിന്നെ കുച്ചുന്നൊന്നും പറയൂല. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ തിരിച്ചിടുന്ന അവസരത്ത് കുറച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ. ഇനിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ബാക്കും നെക്കും ആം ഹോളും കംപ്ലീറ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ കണ്ടല്ലോ, എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം. ചെറിയൊരു കുഞ്ഞ സ്ലീവാണ് കേട്ടോ. ആ ഒരു സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 15 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസും 3 ഇഞ്ച് വീതിയുള്ള 2 സ്ട്രിപ്പ്, അതായത് ബ്ലാക്കിൻ്റെ 2 സ്ട്രിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം എൻഡിൽ വരുന്നുണ്ടല്ലോ, അതായത് ഈ ഒരു എൻഡ് ഭാഗത്തു നിന്ന് ഒരു കേവായിട്ട് നമുക്കൊരു ലൈൻ കൊടുക്കാം. ഇങ്ങനെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതുപോലൊരു കേവ് ആക്കിയിട്ട് ഞാൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ഉണ്ടാവാൻ, ഒരു റാ പോലെ, ഒരു മഴവില്ല് പോലെ ഒടിഞ്ഞിട്ട് ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ഉണ്ടാവാൻ. 2 പീസേ. ഇനി ആ 2 പീസിൽ നമ്മൾ കേവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. വലിയ മട്ടത്തിൽ മടക്കൊന്നും വേണ്ട കേട്ടോ, ചെറിയ മട്ടത്തിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവ് നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡീസ് എടുക്കാം. എന്നിട്ട് ആടുന്ന് ഷോൾഡറിൽ നിന്ന് 3 ഇഞ്ച് താഴൽ ഫ്രണ്ടിലും ബാക്കിൽ നിന്ന് 3 ഇഞ്ച് ആടെയും, അതായത് 6 ഇഞ്ച് നടുക്കാണ് വരാൻ. 6 ഇഞ്ച് നടുക്കിൽ 3 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് 3 ഇഞ്ച് താഴലും 3 ഇഞ്ച് മേലേലുമായിട്ട് 6 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ സ്ലീവ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു 6 ഇഞ്ച് വീതിയിൽ നമുക്ക് ഈ ഒരു വലിയ 15 ലെങ്ത് ഉണ്ടല്ലോ ഈ ഒരു സ്ട്രിപ്പ്, ആ ഒരു 15 ലെങ്ത്ത് ഞാൻ 6 ഇഞ്ച് വീതിയിലേക്ക് ആക്കാനൊക്കെ വേണ്ടിയിട്ട് ആദ്യം മേലയിലൊരു ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ മെഷീനിലെ ലൂസ് സ്റ്റിച്ചില്ലേ അതെടുത്തിട്ട് 6 ഇഞ്ച്
വീതിയിലേക്ക് നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ചുരുക്കിയിട്ട് എടുത്തു വെക്കണം. ഇതിപ്പോൾ എൻ്റെതായിട്ടില്ല, ഞാനൊന്നും കൂടി ഒന്ന് ചുരുക്കിയിട്ട് ഒന്ന് ലെവലാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മൾ സ്ലീവ് വരുന്നത് ഫുള്ളായിട്ടല്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷോൾഡറിൻ്റെ അവിടെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സ്ലീവാണ്, മക്കൾക്ക് നല്ല രസമുണ്ട് ഇട്ടാൽ കേട്ടോ. അപ്പോൾ അതുപോലെ 6 ഇഞ്ച് വീതിയിലാക്കിയിട്ട് ഞാൻ 2 സ്ലീവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്ര വരുന്നത് എന്നുള്ളത്. ഇത് കണ്ടല്ലോ നിങ്ങൾ, 6 ഇഞ്ച് വീതി വരുന്നുണ്ട്. ഇനി ആ ഒരു 6 ഇഞ്ച് വീതി നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 3 മേലയിലേക്ക് 3 പിന്നെ അതും 2 നല്ല വശവും കൂട്ടി ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് 2 സ്ലീവും അതുപോലെ തന്നെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ലീവ്, എന്താ പറയുക, ഒരു ചിറക് പോലെ ഉണ്ടാവും മക്കൾക്ക് ഇട്ടാൽ. നല്ല മൊഞ്ചുള്ള സ്ലീവാണ്. അപ്പോൾ നമ്മളൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ഒന്ന് കൊടുക്കാനേ. അപ്പോൾ നമ്മളെ ബോഡീസ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ പരിപാടി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വേസ്റ്റിന് വലുതാ ചെറുതാ ആക്കുന്നുണ്ടെങ്കിൽ ആക്കിക്കോട്ടാ, അല്ല ഷേപ്പ് ആക്കുന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെത് എടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് 37 ഇഞ്ച്, അല്ല വീതി, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 16 ഇഞ്ച്, വീതി 37 ഇഞ്ച് കേട്ടോ. അതുപോലത്തെ 2 പീസാണ് ഉള്ളത്. ഇത് കണ്ടല്ലോ, 2 പീസാണുള്ളത്. 37 ഇഞ്ച് വീതിയും 16 ഇഞ്ച് നീളമുള്ള. അത് നമുക്ക് താഴയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കാം. താഴയിൽ വരുന്ന ഭാഗത്ത് നമ്മൊന്ന് 2 പീസും അതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എൻ്റെ മേലയിൽ ജസ്റ്റ് ഒന്ന് ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ചുരുക്കിടാനാണ് പോകുന്നത്. അല്ലെങ്കിൽ പ്ലീറ്റ് ആക്കിയാലും കുഴപ്പമില്ല, നിങ്ങൾ സ്കേർട്ട് പാർട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാനിവിടെ 2 താഴയിൽ ടോപ്പ് സ്റ്റിച്ച് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മേലയിൽ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു പ്ലീറ്റ് ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ ചെയ്തെടുത്തത് ഇതുപോലെയാണ്. ഇനി താഴത്തെ നൂലെടുത്തിട്ട് ഞാനിങ്ങനെ വലിച്ചിട്ട് പിന്നെ ചുരുക്കിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കുഞ്ഞു ഗാദറിങ് നമുക്ക് കിട്ടും കേട്ടോ. ചെറിയ ചുരുക്ക് കിട്ടും, നല്ല ഭംഗിയുള്ള ചുരുക്ക് കിട്ടും. അത് എത്ര ചുരുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡീസ് എത്രയുള്ളത് ആ ഒരു ബോഡീസിൻ്റെ അളവിലാണ് ചുരുക്കിയെടുക്കേണ്ടത്. 2ഉം ഞാൻ ചുരുക്കിയെടുത്തിട്ടുണ്ട്. 2 പീസും നമ്മളെ ബോഡി എടുത്തിട്ടുണ്ട്. ബോഡീസ് എടുത്തതിന് ശേഷം ബോഡീസിന് നല്ല വശത്ത് നമ്മൾ ഈ ഒരു സ്കേർട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം മറ്റേ ബാക്ക് പീസിലും അങ്ങനെ തന്നെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റാച്ച് ചെയ്തെടുത്ത് നമ്മൾ സ്കേർട്ട് പാർട്ട് കേട്ടോ. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു ഗാദറിങ് ഒരു പൊന്തി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്കൊന്ന് 2 സൈഡും നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ സ്കേർട്ടിന്. ഇവിടെ നിങ്ങൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തെടുത്തോളി. ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈനിങ് എടുക്കുന്നുണ്ട്. ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് നമുക്ക് ചെറിയൊരു പീസേ ബാക്കിയുള്ളൂ കേട്ടോ. ആ ഒരു ചെറിയൊരു പീസിന്ന് 2 പീസുടെ ബാക്കിയുണ്ട്. ഇതാണ് ബാക്കിയുള്ള പീസ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനങ്ങനെ വലിയ ചുരുക്കമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇതിൻ്റെ ലെങ്ത്തും നിങ്ങൾ സ്കേർട്ടിൻ്റെ നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടില്ലേ 16 ഇഞ്ച്, അതിനെക്കാട്ടും ഒരു ഇഞ്ച് കുറവ് എടുത്തോ, 15 ഇഞ്ച് എടുത്തോ. വീതി എത്ര ഇല്ലതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പറയേണ്ടത്. അപ്പോൾ ഈ ലൈനിങ് എന്താക്കുക, നമ്മൾ സ്കേർട്ട് പാർട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എത്ര വീതി എടുക്കുന്നത് ആ ഒരു വീതിയിൽ വരുന്ന രീതിയിൽ നമുക്ക് അതും നമ്മൾ നേരത്തെ സ്കേർട്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. നമ്മൾ സ്കേർട്ട് പാർട്ട് അതിൻ്റെ എവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡീസിൻ്റെ അടുത്ത് വരുന്നിടത്തുനിന്നാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. അവിടെ നിന്നല്ലാണ്ട് ഇവിടുന്ന് ബോഡിയിൽ നിന്ന് തുടങ്ങണം. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ചുരുക്കാനുള്ളതെല്ലാം ഇവിടെ ചുരുക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ടാൽ മതി. ഞാൻ ചെയ്തെടുത്തത് ബോഡിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് 3 ചുരുക്കാൻ മാറ്റിയേ കിട്ടിയിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തിരിച്ചെടുക്കുന്ന അവസരത്ത് കണ്ടല്ലോ, നമ്മൾ റോ എഡ്ജസ് ഉള്ളിലും കവറായി. അതായത് ആ ലൈനിങ്
ആ ഒരു കവർ ചെയ്തെടുത്തു നമ്മളെ റോ എഡ്ജസ്. ഉള്ളിൽ വരെ നമ്മൾ ഇത്രയും നീറ്റിലാണ് നമുക്ക് ഫ്രോക്ക് കിട്ടുന്നത്. ഒരു കുച്ചലോ പിടിക്കലോ മക്കൾക്ക് ഉണ്ടാവില്ല. ഇതാ 2 സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ചെറിയ കുഞ്ഞ് പ്ലീറ്റ്സാ മറ്റേ കിട്ടിയിട്ടുള്ളൂ. കണ്ടല്ലോ നിങ്ങൾ, നടുക്കാന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു ലൈനിങ്ങിൻ്റെത്. ഇനി നമുക്കൊന്ന് ബോഡി സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതാ ഇവിടെ നിങ്ങൾക്ക് ഷേപ്പാക്കാനുള്ളതെല്ലാം ഷേപ്പാക്കി കൊടുക്കുക. നിങ്ങൾക്ക് മക്കളുടെ അളവിന് എത്രയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് കൂട്ടിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് അടിക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് അടിച്ചാലും കുഴപ്പമുണ്ടാവില്ല. എന്തായാലും നമ്മളൊരു 3 ഇഞ്ച് കൊടുത്തിനല്ലേ. ഞാനിതിപ്പോൾ എല്ലാം കൂട്ടിയിട്ടാണ് അടിച്ചത്. ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല. അഥവാ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് അത് ലൈനിങ് വേറെ തന്നെ, സ്കേർട്ട് വേറെ തന്നെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും കുഴപ്പമുണ്ടാവില്ല. ചില സമയം ഈ ലൈനിങ് കുടുങ്ങുന്ന അവസരത്തെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ മൊഞ്ചുള്ളൊരു ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് കിട്ടാൻ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്. മാത്രമല്ല നൈറ്റി തുണിയെന്നല്ലേ. ഏകദേശം നമ്മളൊരു കോട്ടൺ ഫ്രോക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 350 രൂപ കൊടുക്കണ്ട മിനിമം. ഇത് വേഗമായില്ലേ. 120 രൂപ നൈറ്റി തുണി ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ. അറിയാം കുറച്ചൊരു അഥവാ ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ മനസ്സിലാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. എന്നാലും എന്നാലാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ ഇനിയും വന്നിട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. കാരണം ഒന്ന് ജസ്റ്റ് നമ്മൾ ഒരിക്കലും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ ജസ്റ്റ് ക്ലിയർ ആവും നമുക്ക് ഇങ്ങനത്തെ സംഭവം എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് മിക്സ് ആൻഡ് മാച്ച് ചെക്കിന് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് പോലത്തെ തുണിയിലാണെങ്കിൽ ചെയ്തെടുക്കാം. പിന്നെ കളർ കോമ്പിനേഷൻ കൊണ്ടുവരാം. ഡിസൈനർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വെൽവെറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ നടുക്ക് ബട്ടണൊക്കെ വെച്ചിട്ട് മൊഞ്ചാക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഈ ഒരു സെൻറ്റർ ഭാഗത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഇങ്ങനെ ജാക്കറ്റ് സ്റ്റൈലാണ് ഈ ഒരു ഫ്രോക്ക് ഉള്ളത്. നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ എത്ര എടുത്തത് തുണിയുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാം എത്ര തുണി എടുത്തിട്ടുള്ളതെന്ന്. 1.5 മീറ്ററാണ് ഡോട്ടായിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കില്ലേ. നമ്മൾ 1.5 മീറ്റർ ഈ ഡോട്ട് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 1/2 മീറ്റർ നമ്മൾ ഈ വൈറ്റ് 1/2 മീറ്റർ, ഇത് ഞാൻ 1/2 മീറ്റർ എന്നൊന്നും പറയുന്നില്ല, എനിക്ക് സാരിൻ്റെ ബാക്കി വന്നതാണ്. അപ്പോൾ 1/2 മീറ്റർ വൈറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ലൈനിങ്ങും. ഓക്കെ, ക്ലിയറായ? ഫസ്റ്റ് പറയാനൊക്കെ മറന്നുപോയി എനിക്ക്, അതുകൊണ്ടാണ് ഇപ്പോൾ ഓർമ്മ വന്നിട്ട് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനേ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.